അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചതുപോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങൾ പ്രലോഭനത്തിൽ വീഴാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയും മുതൽ എന്നേക്കും ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ മഹത്വത്താൽ സ്വർഗവും ഭൂമിയും നിറഞ്ഞിരിക്കുന്നു. മാലാഖമാരും മനുഷ്യരും അങ്ങ് പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധനെന്ന് ഉദ്ഘോഷിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ അഗ്രാഹ്യമായ ശക്തിയാൽ ഞങ്ങളെ ഉണർവുള്ളവരാക്കണമേ. അങ്ങയുടെ പരിപാലനത്തിലുള്ള പ്രത്യാശയിൽ ഞങ്ങളെ ഉറപ്പിക്കുകയും അങ്ങയുടെ ശക്തമായ കരത്താൽ ഞങ്ങളെ ബലപ്പെടുത്തുകയും ചെയ്യണമേ. അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും നിരന്തരം സമർപ്പിക്കുവാൻ അങ്ങയുടെ കൃപാവരത്താൽ ഞങ്ങളെ യോഗ്യരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. ആമേൻ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്തുകൊണ്ട് അങ്ങ് എന്നെ ഉപേക്ഷിച്ചു? എന്റെ ഭോഷത്വം നിറഞ്ഞ വാക്കുകൾ മൂലം രക്ഷ എന്നിൽ നിന്ന് അകറ്റിക്കളഞ്ഞല്ലോ. എന്റെ ദൈവമേ, പകൽ സമയം ഞാൻ അങ്ങേ വിളിച്ചു, അങ്ങ് എനിക്ക് ഉത്തരമരുളിയില്ല. രാത്രിയിലും ഞാൻ അങ്ങേ വിളിച്ചു, അങ്ങ് എനിക്കായി കാത്തിരുന്നില്ല. അങ്ങ് പരിശുദ്ധനാകുന്നു. അങ്ങയുടെ മഹിമയിൽ ഇസ്രായേൽ വസിക്കുന്നു. എന്റെ പിതാക്കന്മാർ അങ്ങയിൽ ആശ്രയിച്ചു, അവർ അങ്ങിൽ ശരണം വെച്ചു. അപ്പോൾ അങ്ങ് അവരെ രക്ഷിച്ചു. അങ്ങയുടെ പക്കൽ നിലവിളിച്ചതിനാൽ അവർ രക്ഷിക്കപ്പെട്ടു. അങ്ങിൽ ആശ്രയിച്ചതിനാൽ അവർ ലജ്ജിതരായില്ല. ഞാൻ മനുഷ്യരല്ല, കൃപയാകുന്നു. മനുഷ്യരുടെ നിന്നാ വിഷയവും ജനങ്ങളുടെ പരിഹാസപാത്രവുമാകുന്നു. എന്നെ കണ്ടവരെല്ലാം എന്നെ അവഹേളിച്ചു. വികൃതമായ ആംഗ്യങ്ങളോടെ അവർ തലയാട്ടി. കർത്താവ് രക്ഷിക്കുമെന്ന് അവൻ പ്രത്യാശിച്ചു. അവനിൽ സംപ്രീതനെങ്കിൽ കർത്താവ് അവനെ രക്ഷിക്കട്ടെ. ഗർഭപാത്രം മുതൽ അങ്ങാണ് എന്റെ ആശ്രയം. മുല കുടിക്കുന്ന കാലം മുതൽ എന്റെ പ്രത്യാശയും. ജനനത്തിൽ തന്നെ ഞാൻ അങ്ങേ കേൾപ്പിക്കപ്പെട്ടു. അമ്മയുടെ ഉദരം മുതൽ അങ്ങ് എന്റെ ദൈവമാകുന്നു. അങ്ങ് എന്നിൽ നിന്ന് അകന്നിരിക്കരുതേ. എന്തുകൊണ്ടെന്നാൽ ദുരിതം അടുത്തെത്തിയിരിക്കുന്നു. എന്നെ സഹായിക്കാൻ ആരുമില്ല. വെള്ളം പോലെ ഞാൻ ഒഴുക്കപ്പെട്ടു. എന്റെ അസ്ഥികളെല്ലാം ചിതറിക്കപ്പെട്ടു. എന്റെ ഹൃദയം മെഴുകിന് തുല്യമായി. എന്റെ കുടലുകൾ ജീർണിച്ചു തുടങ്ങി. എന്റെ ശക്തി കുശവന്റെ മൺപാത്രം പോലെ ഉണങ്ങി വരണ്ടു. എന്റെ നാവ് തൊണ്ടയോട് ഒട്ടിച്ചേർന്നു.
മരണത്തിന്റെ പൂഴിയിൽ അങ്ങ് എന്നെ വലിച്ചെറിഞ്ഞു. എന്റെ കൈകളും കാലുകളും അവർ തുളച്ചു, അസ്ഥികളെല്ലാം എണ്ണാനായി അവർ എന്നെ തുറച്ചു നോക്കി. എന്റെ വസ്ത്രം അവർ ഭാഗിച്ചെടുത്തു, അങ്കിക്ക് വേണ്ടി അവർ നറുക്കിട്ടു. കർത്താവേ, അങ്ങ് എന്നിൽ നിന്ന് അകന്നു പോകരുതേ. എന്റെ ദൈവമേ, എന്റെ ദൈവമേ, എന്റെ സഹായത്തിന് വേഗം വരണമേ. വാളിൽ നിന്ന് എന്റെ ജീവനെ രക്ഷിക്കണമേ. ഏകാഗിയായ എന്നെ നായ്ക്കളിൽ നിന്ന് മോചിക്കണമേ. സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അഹങ്കാരിയുടെ കൊമ്പിൽ നിന്ന് എളിയവനായ എന്നെ വിടുവിക്കണമേ. സഹോദരനോട് അങ്ങയുടെ നാമം ഞാൻ പ്രഘോഷിക്കും. സമൂഹമധ്യേ അങ്ങേ ഞാൻ പാടിപ്പുകഴ്ത്തും. കർത്താവിന്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ. യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ. ഇസ്രായേൽ മക്കളെ അവിടുത്തെ ഭയപ്പെടുവിൻ. ദരിദ്രന്റെ നിലവിളി അവിടുന്ന് നിരസിച്ചില്ല, അത് അവഗണിക്കുകയും ചെയ്തില്ല. അവനിൽ നിന്ന് മുഖം തിരിച്ചില്ല, അവൻ വിളിച്ചപ്പോൾ അവിടുന്ന് ശ്രവിച്ചു. വലിയ സമൂഹത്തിൽ എന്റെ മഹത്വം അങ്ങയുടെ പക്കൽ നിന്നാകുന്നു. ഭക്തർ കാണുക എന്റെ നേർച്ചകൾ ഞാൻ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ തേടുന്നവർ അവിടുത്തെ സ്തുതിക്കും. സംതൃപ്തരായി എന്നും ജീവിക്കും. ഭൂവാസികളെല്ലാവരും കർത്താവിനെ അനുസ്മരിക്കട്ടെ. അവർ അവിടുത്തെ പക്കലേക്ക് തിരിയട്ടെ. തലമുറകളെല്ലാം തിരുമുൻപിൽ പ്രണമിക്കട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യം കർത്താവിൻ്റെതാകുന്നു, ജനതകളുടെ അധിപനും അവിടുന്നാകുന്നു. ഭൂമിയിൽ വിശപ്പ് അനുഭവിക്കുന്നവർ ഭക്ഷിക്കുകയും കർത്താവിനെ പ്രണമിക്കുകയും ചെയ്യട്ടെ. മണ്ണിലേക്ക് മടങ്ങുന്നവരെല്ലാം തിരുമുമ്പിൽ കുമ്പിടട്ടെ. എന്റെ ആത്മാവ് കർത്താവിനായി ജീവിക്കുന്നു. കർത്താവിനെ സേവിക്കുന്ന സന്തതി തലമുറ തോറും അവിടുത്തെ പ്രഘോഷിക്കട്ടെ. കർത്താവിന്റെ നീതിയും അവിടുത്തെ ചെയ്തികളും ഭാവി തലമുറയെ അവർ അറിയിക്കും. കർത്താവ് എന്റെ ഇടയനാകുന്നു, എനിക്ക് ഒന്നിനും കുറവുണ്ടാവുകയില്ല. സമർത്ഥമായ പുൽത്തകടികളിൽ അവിടുന്ന് എനിക്ക് വിശ്രമമേകുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് എന്നെ ആനയിക്കുന്നു. തിരുനാമത്തെ പ്രതി എന്റെ ആത്മാവിനെ നീതിയുടെ മാർഗത്തിലൂടെ അവിടുന്ന് നയിക്കുന്നു. മരണത്തിന്റെ നിഴൽ വീണ താഴ്വരയിലൂടെ നടന്നാലും അങ്ങ് എന്നോട് കൂടെയുള്ളതിനാൽ അനർത്ഥമൊന്നും ഞാൻ ഭയപ്പെടില്ല. അങ്ങയുടെ ചെങ്കോലും വടിയും എനിക്ക് ഉറപ്പേകുന്നു. എന്റെ ശത്രുക്കളുടെ മുൻപിൽ അങ്ങ് എനിക്ക് വിരുന്നൊരുക്കുന്നു. എന്റെ ശിരസിൽ തൈലം പൂശുന്നു. എന്റെ പാനപാത്രം കവിഞ്ഞൊഴുകുന്നു. കർത്താവിന്റെ ഭവനത്തിൽ ദീർഘനാൾ ഞാൻ വസിക്കേണ്ടതിന് അങ്ങയുടെ കൃപയും കരുണയും ജീവിതകാലം മുഴുവൻ എന്നെ പിന്തുടരട്ടെ. ഭൂമിയും അതിലെ സമസ്തവും ലോകവും അതിലെ നിവാസികളും കർത്താവിൻ്റെതാകുന്നു. ആഴിയിൽ അവിടുന്ന് അതിന് അടിത്തറയിട്ടു, നദികളിൽ അതിനെ ഉറപ്പിച്ചു. കർത്താവിന്റെ മലയിൽ ആര് കയറും? അവിടുത്തെ വിശുദ്ധഗിരിയിൽ ആരു നിൽക്കും? ശുദ്ധമായ കരങ്ങളുള്ളവനും ഹൃദയത്തിൽ നൈർമല്യമുള്ളവനും കള്ളസത്യം ചെയ്യാത്തവനും വ്യാജമായ ശപഥം ചെയ്യാത്തവനും അവർ കർത്താവിൽ നിന്ന് അനുഗ്രഹവും രക്ഷകനായ ദൈവത്തിൽ നിന്ന് നീതിയും പ്രാപിക്കും. യാക്കോബിന്റെ ദൈവമേ, അങ്ങയുടെ മുഖദർശനം തേടുകയും അങ്ങിൽ ശരണപ്പെടുകയും ചെയ്യുന്ന തലമുറ ഇതാകുന്നു. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആരാണ്? പ്രബലനും ശക്തനുമായ കർത്താവാണ്. ധീരനും യോദ്ധാവുമായ കർത്താവാണ്. വാതിലുകളെ ശിരസുയർത്തുവിൻ, നിത്യകവാടങ്ങളെ ഉയരുവിൻ. മഹത്വത്തിന്റെ രാജാവ് പ്രവേശിക്കട്ടെ. മഹത്വത്തിന്റെ രാജാവ് ആരാണ്? ബലവാനായ കർത്താവാണ്. എന്നേക്കും ആരാധ്യനായ രാജാവ് അവിടുന്നാണ്. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി.
ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, ഞങ്ങളുടെ പ്രാർത്ഥനകൾ അങ്ങയെ പ്രസാദിപ്പിക്കട്ടെ. അങ്ങയുടെ അനന്തകാരുണ്യത്താൽ ഞങ്ങളുടെ യാചനകൾക്ക് എല്ലായ്പ്പോഴും ഉത്തരമരുളണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും ആമേൻ. അങ്ങയുടെ സൃഷ്ടികൾ എത്രയോ വൈവിധ്യപൂർണം. കർത്താവേ, നിൻ കൽപ്പനയാൽ നീ ദീപ്തിയെഴുന്നൊരു പകലിനെ അൻപോടുരുവാക്കി. പകലോനവനുടെ അസ്തമയത്തിൽ സമയം ചിതമായി അറിയുന്നങ്ങയെ വാഴ്ത്തുന്നു. മാനവരെല്ലാം സന്ധ്യാസമയെ വിശ്രാന്തിക്കായി അണയുന്നു. പകലിൻ പ്രഭയായി സൂര്യനെ നീ സൃഷ്ടിച്ചു. നിൻ സ്നേഹത്താൽ വിശ്രമമേകാൻ രാവിനെ നീ നിന്നുടെ കൃപയാ തന്നരുളി. സൃഷ്ടികളങ്ങേ ഔദാര്യം ഏറ്റുപറഞ്ഞേ നരരൊപ്പം സ്തുതികൾ പാടുന്നു. ദൈവൻ രണ്ട് മഹാദീപങ്ങൾ സൃഷ്ടിച്ചു. സർവാധിപനാം കർത്താവേ, നിൻ ദിവ്യഹിതം പോൽ സൃഷ്ടികളെ നീ പാലിപ്പോ. ഞങ്ങൾ കായിക സേവനമേക തേജോമയമാമിരുഗോളങ്ങൾ സൃഷ്ടിച്ചു. ഉലകിന് മോദം പരിചൊടു നൽകാൻ പകലോനെ നീ ഉരുവാക്കി. രാവിൽ പ്രഭയായി തെളിയാനായി പരിമതിയൊപ്പം താരകളും. ഉന്നതവാനവിധാനത്തിൽ നിൻ കരവിരുതാൽ അണിചേർന്നു. തവ കൽപ്പനയാൽ അവയെല്ലാം ദൗത്യം പരിചൊടു നിറവേറ്റി നിന്നെ നമിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമഹത്വം കീർത്തിപ്പാനായി ഉടങ്ങൾ മർക്കേകി സകലേശൻ. ദൈവസ്തുതികൾ പാടാത്തവരോ നന്ദിയെഴാത്തൊരു ജനമായി ഭൂവിൽ തീരുന്നു. ദൈവം നിത്യൻ മഹിമാപൂർണൻ, നിഖില സ്തുതികൾക്കർഹനവൻ. തന്നിൽ തന്നെ മഹിമയെഴും അവരുടെ മഹിമ വളർത്തിയിടാൻ മർത്യനു കഴിവില്ലെന്നാലും സ്തുതികൾ പാടുക ചിതമല്ലോ. സർവചരാചര സൃഷ്ടികളും കീർത്തിച്ചിടും നാഥനായി സ്തുതികൾ പാടിടാം. കരുണാനിധിയാം കർത്താവേ, നിൻ ജനതതിയിൽ കനിയണമേ. കാക്കണമേ നിന്നവകാശം. ശത്രുഗണത്തിൻ ദ്രോഹങ്ങൾ കാണുന്നവനെ സദയം നിൻ കൃപ നീവരിൽ ചൊരിയണമേ. നിന്നുടെ കൃപയും നന്മകളും ഏറ്റുപറഞ്ഞതിമോഹരമാം സ്തുതിഗീതങ്ങൾ പാടിയിടാൻ പരിപാലനമാം കോട്ടകളാൽ ദാസരി നിതരാം കാക്കണമേ. കരുണാമയനാം കർത്താവേ, ഭരണാധിപരും വൈദികരും ശാന്തിയിലൊന്നായി പുലരട്ടെ. സ്നേഹത്തിൽ നിലനിൽക്കട്ടെ. ആയോധനവും ശത്രുതയും ഭൂവിൽ നിന്നൊഴിവാകട്ടെ. ഒരുമയുടങ്ങയെ വാഴ്ത്തിടാൻ. കർത്താവേ ശോമിശിഹായേ, നിന്നെ വഹിച്ചൊരു മാതാവിൻ പ്രാർത്ഥനയാലെ കനിവോടെ തിന്മകളാലെ കലുഷിതമാ ഭൂവിൽ ശാന്തി വിതയ്ക്കണമേ. ഞങ്ങളെ നിർമ്മലരാക്കണമേ. ഭാരതഭൂവിൽ സ്നേഹായാം
ചേരാൻ അർഹത കൈവരുവാൻ. ഈശോനാഥ നിൻ പ്രിയരാം ദിവ്യന്മാരും സാക്ഷികളും സ്നേഹന്മാരും പ്രേക്ഷിതരും മൽപ്പാന്മാരും നീതിയഴും ധന്യരുമെന്നും ഞങ്ങൾക്കായി യാചിക്കട്ടെ കരുണയ്ക്കായി. സത്കർമ്മികളാം സകലർക്കും പ്രതിഫലമേകും സുദിനത്തിൽ നിൻ പ്രിയരൊപ്പം ചേർന്നിടാൻ അവരോടൊപ്പം സമ്മാനം കൈക്കൊണ്ടിടാൻ സ്തുതി പാടാൻ യോഗ്യത ഞങ്ങൾക്കേകണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, മാലാഖമാർ അങ്ങയെ സ്തുതിക്കുകയും മനുഷ്യരങ്ങയെ പുകഴ്ത്തുകയും സൃഷ്ടികളെല്ലാം അങ്ങയെ ആരാധിക്കുകയും ചെയ്യട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ. ആകാശം ദൈവമഹത്വത്തെ പ്രകീർത്തിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ആകാശം ദൈവമഹത്വം പ്രകീർത്തിക്കുന്നു, വാനവിധാനം അവിടുത്തെ കരവേല വിളംബരം ചെയ്യുന്നു. പകൽ പകലിന് പ്രബോധനം നൽകുന്നു, രാത്രി രാത്രിക്ക് വിജ്ഞാനം പകരുന്നു. ഭാഷണമില്ല, വാക്കുകളില്ല, ശബ്ദം പോലും കേൾക്കാനില്ല. എങ്കിലും അവയുടെ സന്ദേശം ഭൂമി മുഴുവനും എത്തുന്നു, അത് ലോകത്തിന്റെ അതിർത്തിയോളം വ്യാപിക്കുന്നു. അവിടുന്ന് സൂര്യന് ഒരു കൂടാരം തീർത്തിരിക്കുന്നു, മണവറയിൽ നിന്ന് പുറപ്പെടുന്ന മണവാളനെ പോലെ ഓടാനൊരുങ്ങുന്ന മല്ലനെ പോലെ അവൻ ആനന്ദിക്കുന്നു. ആകാശത്തിന്റെ ഒരറ്റത്ത് നിന്ന് സൂര്യൻ പുറപ്പെടുന്നു, മറ്റേ അറ്റത്ത് അവന് ശയ്യ വിരിച്ചിരിക്കുന്നു. അവന്റെ ചൂടിൽ നിന്ന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി, ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂയാ. ഭൂസ്വർഗങ്ങൾ നിന്റെ മഹത്വം വാഴ്ത്തി പാടുന്നെല്ലാ നാളും. താരകനികരം നിറയും വാനം താവക കരവിരുദ്ഘോഷിപ്പൂ. വാനവ നിരയും മനുജരുമെല്ലാം പുലരുന്നു നിൻ സംരക്ഷണയിൽ. നിന്നെ നമിക്കാതവനിയിൽ മേവാൻ കഴിയുകയില്ലീ നരനൊരു നാളും. തലമുറയഖിലം മിശിഹാ വഴിയായി സഭയിൽ നീ സ്തുതി പാടിയിടട്ടെ. പരമപിതാവാം നിന്നാമത്തിനു പരിചിൽ സ്തുതികൾ ഉയർത്തിയിടട്ടെ. താതനും അതുപോൽ സുതനും പാവന റൂഹായ്ക്കും സ്തുതി എന്നും ആമേൻ. പൗലോസ്ലീഹ റോമായിലെ സഭയ്ക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 17 മുതൽ 24 വരെയുള്ള വാക്യങ്ങൾ. നീ യഹൂദനെന്ന് വിളിക്കപ്പെടുന്നു, നിയമത്തിൽ ആശ്രയിക്കുന്നു, ദൈവത്തിൽ അഭിമാനം കൊള്ളുന്നു. നീ നിയമം പഠിച്ചിട്ടുള്ളതിനാൽ ദൈവഹിതം അറിയുകയും ശ്രേഷ്ഠമായതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നു. ജ്ഞാനത്തിൻ്റെയും സത്യത്തിൻ്റെയും മൂർത്തരൂപം നിയമത്തിൽ നിനക്ക് ലഭിച്ചിരിക്കുന്നത് കൊണ്ട് നീ അന്ധന്മാർക്ക് വഴികാട്ടിയും ഇരുട്ടിലിരിക്കുന്നവർക്ക് വെളിച്ചവും അജ്ഞർക്ക് ഉപദേഷ്ടാവും കുട്ടികൾക്ക് അധ്യാപകനും ആണെന്ന് നിനക്കുറപ്പുണ്ടെങ്കിൽ മറ്റുള്ളവരെ പഠിപ്പിക്കുന്ന നീ നിന്നെ തന്നെ പഠിപ്പിക്കാത്തതെന്ത്? മോഷ്ടിക്കരുത് എന്ന് പ്രസംഗിക്കുന്ന നീ മോഷ്ടിക്കുന്നുവോ? വ്യഭിചാരം ചെയ്യരുതെന്ന് പറയുന്ന നീ വ്യഭിചാരം ചെയ്യുന്നുവോ? വിഗ്രഹങ്ങളെ വെറുക്കുന്ന നീ ദേവാലയം കവർച്ച ചെയ്യുന്നുവോ? നിയമത്തിൽ അഭിമാനിക്കുന്ന നീ നിയമം ലംഘിച്ച് ദൈവത്തെ അപമാനിക്കുന്നുവോ? നിങ്ങൾ നിമിത്തം ദൈവത്തിന്റെ നാമം വിജാതിയരുടെ ഇടയിൽ ദുഷിക്കപ്പെടുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. നമുക്കെല്ലാവർക്കും ആനന്ദത്തോടും പ്രത്യാശയോടും കൂടെ നിന്ന് കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ എന്ന് അപേക്ഷിക്കാം. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ സകല പ്രവർത്തനങ്ങൾക്കും പ്രാരംഭമായി ദൈവത്തോട് സജീവ സമ്പർക്കം പുലർത്തണമെന്ന് സ്വജീവിതത്തിലെ നിരവധി മാതൃകകളാൽ ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ.
ഒന്നാമതായി ദൈവരാജ്യം അന്വേഷിക്കുന്നവർക്ക് മറ്റെല്ലാം ലഭിക്കുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ അപേക്ഷകൾ സാധിച്ചു തരാൻ ഞങ്ങളുടെ പിതാക്കന്മാരെക്കാൾ സന്നദ്ധത സ്വർഗീയ പിതാവിനുണ്ട് എന്ന് ഞങ്ങൾക്ക് വെളിപ്പെടുത്തിയ കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഗസ്തമേനി വെച്ച് തനിക്ക് വേണ്ടി പിതാവിന്റെ പക്കൽ സമർപ്പിച്ച പ്രാർത്ഥനയിലൂടെ തിരുവുഷ്ടത്തിന് സ്വയം വിധേയനാക്കിക്കൊണ്ട് ദൈവഹിതത്തിന് ഞങ്ങളെ തന്നെ സമർപ്പിക്കാൻ മാതൃക തന്ന കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. നിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നതെല്ലാം ഞങ്ങൾക്ക് നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത കർത്താവേ, നിന്നോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. മിശിഹായുടെ സഭ മുഴുവൻ്റെയും തലവനായ ഞങ്ങളുടെ പരിശുദ്ധ പിതാവ് മാർലയോ പാപ്പായെയും ഞങ്ങളുടെ ഈ സഭയുടെ പിതാവും തലവനുമായ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ അതിരൂപതാധ്യക്ഷനായ മാർ തോമസ് മെത്രാപ്പോലീത്തായെയും ഞങ്ങളുടെ പിതാവും രൂപതാധ്യക്ഷനുമായ മാർ ജോസഫ് മെത്രാനെയും മറ്റെല്ലാ മെത്രാന്മാരെയും ആത്മീയ നന്മകൾ നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ മേൽ കരുണയുണ്ടാകണമേ. ഞങ്ങളുടെ രക്ഷകനായ മിശിഹായേ, നിന്റെ വിലയേറിയ രക്തത്താൽ വീണ്ടെടുത്ത സഭയ്ക്ക് സമാധാനം നൽകുകയും നിന്റെ മഹത്വപൂർണമായ പ്രത്യക്ഷീകരണത്തിൽ ഞങ്ങളെ നീതിമാന്മാരോടൊത്ത് നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യണമേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കാരുണ്യവാനായ കർത്താവേ, അങ്ങ് ഞങ്ങൾക്ക് ചെയ്ത എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. വിചാരത്താലോ വാക്കാലോ പ്രവൃത്തിയാലോ ഉപേക്ഷയാലോ ഞങ്ങൾ ചെയ്ത പാപങ്ങളെല്ലാം ഞങ്ങളോട് പൊറുക്കുകയും അങ്ങയുടെ തൃക്കരങ്ങൾ നീട്ടി മക്കളെ ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും